എഡ്യൂഫിക്സ് അക്കാഡമി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു റിസർച്ച് മെത്തേഡ് 2ൻ്റെ ലാസ്റ്റ് ബ്ലോക്കായിട്ടുള്ള ബ്ലോക്ക് 4ൽ എങ്ങനെയാണൊരു റിസർച്ച് പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരേക്കും നമ്മളെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ലൈക്ക് നമ്മുടെ ഒരു സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് മുതൽ അതിൽ നമ്മളെങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. നൗ ഇറ്റ്സ് എ ടേൺ ഫോർ ഡെവലപ്പിംഗ് എ റിസർച്ച് പ്രോജക്റ്റ്. ഒരു റിസർച്ച് പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ യൂണിറ്റ് 13 ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈയിങ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഒരു റിസർച്ച് പ്രോബ്ലം, ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആൻഡ് വേർ ടു ലുക്ക് ഫോർ എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ദെൻ പേഴ്സണൽ ഇൻട്രസ്റ്റും സെൻസ് ഓഫ് എൻഗേജ്മെൻറ്റും എന്താണ്, കൺസൾട്ടേഷൻ വിത്ത് എക്സ്പേർട്സ്, റിവ്യൂ ഓഫ് പ്രീവിയസ് സ്റ്റഡീസ്, ഡിമാൻഡ് ഫ്രം ദി പീപ്പിൾ കമ്മ്യൂണിറ്റി, ആൻഡ് അതുപോലെ തന്നെ റെലവൻസ് ടു കണ്ടംപററി സോഷ്യൽ പൊളിറ്റിക്കൽ എക്കോണമിക് സിറ്റുവേഷൻ. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇനി ഒരു റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫോളോ സം സ്റ്റെപ്സ്. അതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാനുണ്ട്. ആൻഡ് വാട്ട് ആർ ദോസ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ബൈ സെലക്ടിങ് എ റിസർച്ച് പ്രോബ്ലം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ്സ് മോറോവർ എന്തിനെ കുറിച്ചിട്ടാണ്, ഐഡൻറ്റിഫൈയിങ് റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് യൂണിറ്റ് 13 എന്ന് പറയുന്നത്. സോ എന്താണ് റിസർച്ച് പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം ഇസ് ദ ബിഗിനിങ് ഓഫ് എ റിസർച്ച് എൻ്റർപ്രൈസ്. അത് നമുക്കറിയാം അല്ലേ. ഒരു റിസർച്ച് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതെവിടെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്, ബൈ ഐഡൻറ്റിഫൈയിങ് എ സർട്ടൻ പ്രോബ്ലം. ഒരു സർട്ടൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസർച്ചിൻ്റെ ബിഗിനിങ് സ്റ്റേജ് അവിടെ വരുന്നത്. ബിക്കോസ് ആ ഒരു നമ്മുടെ പ്രോബ്ലത്തിനുള്ള ഒരു ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലോട് കൂടിയാണ് ശരിക്കും ആ ഒരു റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോസസ്സ് അവിടെ എമേർജ് ചെയ്യുന്നത്. So the duty of the researcher is to find out the best answer or a solution to given problem. So ഇവിടെ നമ്മളൊരു റിസർച്ചർ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു റിസർച്ചറിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗിവൺ സർട്ടൻ പ്രോബ്ലത്തിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഒരു റിസർച്ചർ ശരിക്കും വർക്ക് ചെയ്യുന്നത് ക്യാൻ സഫർ ബാഡ് ഔട്ട്കം ഇഫ് ദ എൻ്റർപ്രൈസ് ബിഗിൻ ഇറ്റ് ഫാൾട്ടി സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. സോ ഇഫ് നമ്മുടേതൊരു റിസർച്ച് എൻ്റർപ്രൈസ് ആണെങ്കിൽ നമ്മുടെ ഒരു റിസർച്ച് എൻ്റർപ്രൈസ് നമുക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള ആസ് എ റിസർച്ചർ, ആസ് എൻ ഇൻവെസ്റ്റിഗേറ്റർ എനിക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള പ്രോബ്ലം വളരെ ഒരു ഫാൾട്ടി പ്രോബ്ലം ആയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ല അവർ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് മീൻസ് എന്തായിരിക്കും, എനിക്ക് ആസ് എ റിസർച്ചർ, ആസ് എൻ ഇൻവെസ്റ്റിഗേറ്റർ ആ ഒരു ഫീൽഡിൽ സഫർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വലുതായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ റിസർച്ചർ എന്ത് ചെയ്യണം, ഒരു റിസർച്ച് പ്രോബ്ലം സക്സസ്ഫുള്ളി സെലക്ട് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിന് ഫേവറേറ്റ് അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ ആ ഒരു ഗിവൺ സിറ്റുവേഷനിൽ അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കണ്ടെത്തുക. അപ്പോഴാണ് ആ ഒരു റിസർച്ചിനൊരു സക്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ് ദാറ്റ് അറൗസസ് എ ക്യൂരിയോസിറ്റി ഇൻ എ റിസർച്ചർ. ഒരു റിസർച്ചറിൻ്റെ മൈൻഡിനകത്ത് ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള തിങ്സുകൾ വന്ന് കൊടുക്കുന്ന കാര്യമാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു കണ്ടീഷനാണ് ശരിക്കും ഒരു റിസർച്ചറിൻ്റെ മൈൻഡിൽ ഫ്യൂവൽ
അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യാണ്. അതായത് സെൻസ് ഓഫ് വാണ്ടിങ് ടു നോ മോർ, അതായത് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കേണ്ടേ, എവിടെ നിന്നൊക്കെയാണ് ഇതിനുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യേണ്ടേ, നമുക്ക് എന്തെല്ലാം ഡൗട്ട്സുകൾ ഈ ഒരു ടോപ്പിക്കിൽ വരാറുണ്ട്, ആ ഒരു ഡൗട്ട്സുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടേ, ആൻഡ് അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കണ്ടെത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുക. ശരിക്കും ഒരു റിസർച്ച് പ്രോബ്ലം ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സെൻസിബിൾ ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മുടെ റിസർച്ചറിൻ്റെ മൈൻഡിലോട്ട് എത്തിക്കുന്നുണ്ട്. സോ ദ റിസർച്ച് പ്രോബ്ലം ഹാവ് എ വെരി വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ എ റിസർച്ച്. ഒരു റിസർച്ചിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനെ അറൗണ്ട് ചെയ്തിട്ട് കിടക്കുന്ന മാറ്റേഴ്സാണ്. ആൻഡ് അതുപോലെ തന്നെ റിസർച്ചേഴ്സ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ദ റിസർച്ച് പ്രോബ്ലം വെൻ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ആൻ ഓർഗനൈസേഷൻ ഹാവ് എ പ്രോബ്ലം വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ് ബൈ പെർസ്യൂവിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് സോൾവിങ് ദ പ്രോബ്ലം ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. സോ ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ കൺസിഡർ ചെയ്യാനുണ്ട്. മെയിനായിട്ടും ദർ മസ്റ്റ് ബി ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് വിച്ച് ഹാസ് സം പ്രോബ്ലം. അതായത് കുറച്ച് ഇത്തരത്തിലുള്ള ഈ ഒരു റിസർച്ച് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സോ അനുഭവിക്കുന്ന ആൾക്കാർ, ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസോ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് ഒബ്ജക്റ്റീവ്സ് അതിൽ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുണ്ടായിരിക്കണം, ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദർ മസ്റ്റ് ബി അൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓഫ് ആക്ഷൻ ഫോർ ഒബ്റ്റെയിനിങ് ദി ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ദർ മസ്റ്റ് ബി ഡൗട്ട് വിത്ത് റിഗാർഡ് ടു സെലക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ദർ മസ്റ്റ് ബി ആൾട്ടർനേറ്റീവ് ഫോർ ദി problem, and there must be some situation to which the difficulty of the problem can be solved. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഡിഫിക്കൽട്ടീസ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇനി ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ശരിക്കും നമ്മൾ പറഞ്ഞു, ഒരു റിസർച്ചിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് സെലക്ഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലേ? സോ പ്രോബ്ലം ഫോർ റിസർച്ച് എന്ന് പറയുമ്പോൾ could be anywhere, but the success of the research problem rests upon the success of how intense the research endeavor is undertaken. So നമ്മുടെ ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ഇൻറ്റൻസീവായിട്ടുള്ള കെയർ, ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ശരിക്കും ആ ഒരു റിസർച്ചിൻ്റെ ഫൈനൽ സക്സസ് ഇരിക്കുന്നത്. സോ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ അതിൻ്റെ ബിഗിനിങ്ങിൽ എപ്പോഴും നമ്മളൊരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ടു കൺവേർട്ട് ഇൻ ടു എ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസർച്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ അതിനെ കൺവേർട്ട് ചെയ്യണം. അവിടെ നമുക്ക് ഒരുപാട് നോളജ്, നമുക്ക് സബ്ജക്റ്റീവായിട്ടുള്ളത്, റിസർച്ച് മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് നോളജ് നമുക്ക് അവിടെ വേണം. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യും, പിന്നീടാണ് നമ്മളതിനെ ഒരു റിസർച്ചിലോട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസർച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദ റിസർച്ച് പ്രോബ്ലം ഷുഡ് ബി ഫോർമുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ സ്ക്രൂട്ടിനി ഓഫ് ദ റിസർച്ച് പ്രോസസ്സ്. നമ്മുടെ ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ സ്ക്രൂട്ടിനി തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ടൈം, അതുപോലെ തന്നെ അത് ഫോർമുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള
ടൈം കാര്യങ്ങൾ എല്ലാം നമ്മൾ അതിലോട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് എപ്പോഴും റീസെർച്ചബിൾ ആയിരിക്കണം. ആൻഡ് അതുപോലെ പ്രൈമറി സ്റ്റെപ്പ് ടു ബി ക്ലിയർ, റിസർച്ച് പ്രോസസ് ഫോർമുലേഷനുമായിട്ടുള്ള പ്രൈമറി സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് റിസർച്ച് പ്രോബ്ലവുമായിട്ടുള്ള ഫോർമുലേഷൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ്സ് എ മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്സ് ടു ഹോൾ റിസർച്ച് പ്രോസസ്സ്. ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് റിസർച്ച് പ്രോസസ്സിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണ് ദ സെലക്ഷൻ ഓഫ് എ ബെസ്റ്റ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളത്. സോ ഒരു റിസർച്ച് നമ്മൾ നടത്താൻ പോകുന്നതിന് മുമ്പ് റിസർച്ചർ തീർച്ചയായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വണ്ണാണ് ടോപ്പിക്. ഫസ്റ്റ് വൺ ടോപ്പിക് എന്ന് പറയാൻ കാരണം റിസർച്ച് ഇൻവോൾവ്സ് എ ലോങ് പീരീഡ് ഓഫ് ഇൻറ്റൻസ് ഹാർഡ് വർക്ക് ആൻഡ് കോൺസെൻട്രേഷൻ. ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഇൻറ്റൻസീവായിട്ടുള്ള നമ്മുടെ കെയർ, സപ്പോർട്ട്, അതുപോലെ തന്നെ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ ഹാർഡ് വർക്കും കോൺസെൻട്രേഷനും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇഫ് നമ്മുടെ റിസർച്ചിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ചർക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ, ഇത്രയും കാലം ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആ ഒരു ടോപ്പിക്കിൽ വർക്ക് ചെയ്യാനും അതിൽ ഹാർഡ് വർക്ക് കൊടുക്കാനും അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും അദ്ദേഹത്തിന് അപ്പോൾ താല്പര്യം, അതായത് ടോപ്പിക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേട്ട് കൂടുതൽ ടൈം കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് മെൻ്റലി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു റൈറ്റ്. ആ ഒരു റിസർച്ച് എഴുതാനും അതിലോട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു റിസർച്ച് എൻ്റർപ്രൈസ് ആണെങ്കിൽ കൂടി നമ്മുടെ റിസർച്ച് ചെയ്യാൻ പോകുന്ന റിസർച്ചർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് ആ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ്